ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഗൂഗിളിൻ്റെ ഒരു തള്ളു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. തള്ളി മറച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കര സംഭവമാണെന്ന രീതിയിൽ. ഇതിൻ്റെ വിലയ്ക്ക്, ഇതിൻ്റെ പെർഫോമൻസ് ഇപ്പോഴേ ഇതിന് ഈ ഒരു ഹാഫ് ലെവലുള്ള പെർഫോമൻസ്, ത്രോട്ടിലിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ ഈ കാണുന്ന ഹാഫ് ലെവലുള്ള ഒരു പെർഫോമൻസേ ഉള്ളൂ. ഈ പെർഫോമൻസ് ഉള്ള ഈ ഫോണിൽ 7 വർഷത്തെ അപ്ഡേറ്റ് തരുമെന്നാണ് പറയുന്നത്. 7 വർഷം വരെ ഇതിൻ്റെ പ്രൊസസ്സർ ആ ഒരു അപ്ഡേറ്റ് ഇത് താങ്ങുമോ എന്നുള്ളത് വേറെ കാര്യം. 7 വർഷം വരെ ആൾക്കാർ ഇത് ഉപയോഗിക്കും ഒരു ഫോൺ എന്നുള്ളത് വേറെ കാര്യം. അതിനൊക്കെ അപ്പുറം ഇത്തരം ഓഫറിങ്ങുകളും. സോ അപ്പോൾ എന്താണ് ഞാൻ ഇതിനെ ഒരു തള്ളു ഫോൺ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം വിശദമായിട്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗങ്ങളിൽ ഞാൻ പറയുന്നുണ്ട്. ഈ ഫോൺ ഒരു ഇത്തിരിയെങ്കിലും താല്പര്യം ഈ ഫോണിനോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ കണ്ടു നോക്കിക്കോളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറയാനുണ്ട്. ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ് ജസ്റ്റ് ഈ രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. ആദ്യം തന്നെ ഫോണാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. Pixel 8 Pro നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. ഫോണിലേക്ക് വരാം. അതിനു മുമ്പ് ബോക്സിനകത്ത് ചാർജിങ് കേബിൾ ഉണ്ട്. പിന്നെ Type C to A ഒരു ഡോങ്കിൾ, ഒരു അഡാപ്റ്റർ പോലത്തെ ആ സംഭവം അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബുക്കിലെറ്റ്, വല്ലാണ്ട് വലുപ്പം കൂട്ടിയിട്ടില്ല, അതും വളരെ ചെറുത് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയുമാണ് ബോക്സിൽ. അതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വരാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡിസൈനിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഈ കാണുന്ന ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഡിസൈനാണ്. ഇതിനകത്ത് വേറെ അപാകതകളൊന്നുമില്ല. തീർച്ചയായിട്ടും യൂണിക്കായ ഡിസൈനാണ്. S23 Ultra ആണെങ്കിലും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. iPhone 15 Pro Max ആണെങ്കിലും ഒരു ബന്ധവുമില്ല. തീർച്ചയായിട്ടും യൂണിക്കായി നിങ്ങളിത് കൈ പിടിക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ ശ്രദ്ധയിൽ ഇത് ഈസി ആയിട്ട് പിക്സൽ ഫോണാണെന്ന് അറിയും. ആ രീതിയിൽ ഡിഫറൻ്റായ ഒരു ക്യാമറ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡിഫറൻ്റാക്കി തന്നെ ഫോണിനെ നിലനിർത്തിയിരിക്കുന്നു. ഇത്തവണയും ബിൽറ്റ് ക്വാളിറ്റിക്കൊന്നും ഒരു കുഴപ്പമില്ല. റിയർ സൈഡ് ഗ്ലാസ് ഒക്കെ മാറ്റി തവണ ഒരു മാറ്റ് ഫിനിഷ് പോലത്തെ സോഫ്റ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സ്മഡ്ജസ് ഒന്നും പിടിക്കില്ല. Gorilla Glass Vitus 2 പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. താഴെ സ്പീക്കർ ഗില്ല്, അതേപോലെ തന്നെ Type C പോർട്ട്, റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺ, പവർ ബട്ടൺ, ടോപ്പ് സൈഡിൽ ഒരു ആൻറ്റിന സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, സിംഗിൾ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഡുവൽ സിം ആക്കണമെങ്കിൽ ഒരു ഈ സിം കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഈ കാണുന്ന തരത്തിലാണ്. വെയിറ്റ് തിക്നെസ് ഒക്കെ നോക്കിയാൽ 213 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. സോ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഫോണാണ്. വല്ലാണ്ട് ഓവർ വെയിറ്റ് എന്നൊന്നും പറയാനില്ല. ഡീസൻ്റ് ആണ്, കുഴപ്പമൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് വരുന്ന ആളാണെന്ന രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു. പ്രത്യേകിച്ചും ഈ കർവൊക്കെ ആയതുകൊണ്ട് കയ്യിൽ പിടിക്കാനൊക്കെ ഒരു കംഫർട്ടും കൂടി ഉണ്ട്. തിക്നെസ് 8.8 mm ആണ് വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. നല്ല ഡീസൻ്റായ ഡിസൈൻ തന്നെ. ഡിസ്പ്ലേയിലും പ്രത്യേകിച്ച് ഒരു അപാകതയും പറയാനില്ല. ബെസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് അവിടെ കാണാം, വളരെ ഡീസൻ്റായ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ബെസിൽസ് ഒക്കെ യൂണിഫോം ആയിട്ട് കൊടുത്തിരിക്കുന്നു. എല്ലാ സൈഡിലും വളരെ കുറഞ്ഞ ബെസിൽസ് ആണ്. നല്ല ലുക്ക് ഉണ്ട്. 6.7 ഇഞ്ച് വരുന്ന 2K ഡിസ്പ്ലേ ആണ്. 1 to 120 Hz LTPO ഡിസ്പ്ലേ ആണ്. 120 Hz ഡിസ്പ്ലേ ആണ്. 2400 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സൂപ്പർ ആക്ച്വ ഡിസ്പ്ലേ എന്നാണ് ഇവരിതിനെ വിളിക്കുന്നത്. ഇപ്പോൾ ഇവരിതിനെ ആപ്പിൾ XDR റെറ്റിന ഡിസ്പ്ലേ എന്നൊക്കെ വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ സാംസങ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ എന്ന് വിളിക്കുന്ന പോലെ ഇവരിതിനെ സൂപ്പർ ആക്ച്വ ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത്. എന്ത് വിളിച്ചാലും വേണ്ടില്ല, ഡിസ്പ്ലേ ക്വാളിറ്റി അടിപൊളി. ഇവരുടെ തള്ളു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഉണ്ടെന്ന്. അത് ഇനിയാണ് തുടങ്ങുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം, ഇതിൽ വരുന്നത് 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കമ്പനി ഓഫർ ചെയ്യാണ്. എല്ലാത്തരം അപ്ഡേറ്റ് കേട്ടോ. ആൻഡ്രോയിഡ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി അപ്ഡേറ്റ് വരും, പല ഫീച്ചറുകൾ വരുമ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് വരും. തീർച്ചയായിട്ടും നല്ലതാണ്. എങ്കിലും എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം 7 വർഷം വരെ ഒരു ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമോ? അത്രയും വർഷക്കാലവും ഈ ഒരു ഫോൺ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുമോ? അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് 14 വരുന്നു, 15, 16, ഓക്കെ 17, അതും ഈ പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം, താങ്ങുമായിരിക്കാം. പിന്നെ അങ്ങോട്ട് 18, 19 എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ അതൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള, അതൊക്കെ താങ്ങാനുള്ളൊരു പവർ ഈ പ്രൊസസ്സറിന് ഉണ്ടാകുമോ? ഈ OS മാത്രമല്ല മാറുന്നത്, അതിൻ്റെ ഇപ്പോൾ ആപ്ലിക്കേഷനുകളുടെ സൈസും കാര്യങ്ങളും എല്ലാം മാറി വരികയാണ്. അതെല്ലാം താങ്ങാൻ ഈ പ്രൊസസ്സറിന് കഴിയും. 7 വർഷം വരെ എന്നുള്ള ആ ഒരു സംഭവം ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റോടുകൂടി കണ്ട് ഭയങ്കരമായിട്ട് കണ്ണ് മഞ്ഞളിച്ചെടുക്കുന്ന ഒരവസ്ഥ വരരുത്. എന്ന് വെച്ച് 7 വർഷം ഉള്ളത് കുഴപ്പമാണോടെ, നല്ലതല്ലേ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതാണ്. അത് കേട്ടുകൊണ്ട് കണ്ണ് മഞ്ഞളിക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത്രയും കാലമൊന്നും ഇത് നിലനിൽക്കണമെന്നില്ല. പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ ലെവൽ നോക്കുമ്പോൾ ഇതിൽ വരുന്നത് ടെൻസർ G3 എന്ന പ്രൊസസ്സറാണ്. അതിൻ്റെ ത്രോട്ടിലിംഗ് ടെസ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ, ഒരു 50-60 റേഞ്ചിലുള്ള ഒരു ത്രോട്ടിലിംഗ് ടെസ്റ്റ് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത്രേ തരുന്നുള്ളൂ ഇതിൻ്റെ പെർഫോമൻസ്. അപ്പോൾ ആ ഒരു പെർഫോമൻസേ ഇപ്പം തന്നെ കിട്ടുന്നുള്ളൂ. അടുത്തടുത്ത ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ വരുമ്പോൾ ഇത് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സോ ഇതാണ് ഞാനിത് ഒരു തള്ളായിട്ട് നിൽക്കുമോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കാൻ കാരണം. ബട്ട് ഓഫറിങ് എന്തായാലും നല്ലതാണ്. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളിത് വിൽക്കാൻ പോകുമ്പോൾ വാങ്ങുന്ന ആളെ സംബന്ധിച്ച് വീണ്ടും 2-3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, അല്ലെങ്കിൽ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഡീലായിരിക്കും ഈ ഫോണിനെ സംബന്ധിച്ച്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ടെൻസർ G3 എന്ന് പറയുന്നത് സാംസങ് ഉണ്ടാക്കിയ പ്രൊസസ്സറാണ്. സാംസങ്ങിൻ്റെ എക്സിനോസ് അവരുണ്ടാക്കി വെച്ചത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുപോലെ G3യും നല്ല പ്രൊസസ്സർ 7 വർഷം നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? നിങ്ങളെന്താ പ്രതീക്ഷിക്കുന്നത്? പിന്നെ വേറൊരു കാര്യം, ഗെയിം കളിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ത്രോട്ടിലിംഗ് ടെസ്റ്റിൻ്റെ ലെവൽ വെച്ചുകൊണ്ട് നമുക്കിതൊരു ഗെയിമിംഗ് ഫോൺ അല്ലെങ്കിൽ ഗെയിമിങ്ങിന് ഉപയോഗിക്കാം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഗെയിമിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ കളിക്കാൻ പറ്റില്ല എന്നല്ല, നിങ്ങളിവിടെ കാണാം, ഞാൻ നൈസായിട്ട് ഇവിടെ കളിക്കുന്നുണ്ട്. കണ്ടോ,
വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഫോണിൽ. പക്ഷേ ഒരു കാരണവശാലും അത് നമ്മുടെ ഐഫോൺ 15 Pro Maxൻ്റെയോ S23 Ultra'യുടെയോ ഒന്നും റേഞ്ചിലേ വരില്ല. ഇതൊക്കെ ഒരു 7200 അല്ലെങ്കിൽ 7000 റേഞ്ചിലുള്ള ഗീഗ് ബെഞ്ച് സ്കോർ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ S23 Ultra ആണെങ്കിലും 5000 റേഞ്ചിലുള്ള ഗീഗ് ബെഞ്ച് സ്കോർ കാണിക്കുമ്പോൾ ഇത് 3000-4000 റേഞ്ചിലുള്ളൊരു ഗീഗ് ബെഞ്ച് സ്കോറേ കാണിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഐഫോണിൻ്റെയൊക്കെ പകുതി ഒരു പവറേ ഇത് കാണിക്കുന്നുള്ളൂ. സോ അപ്പോൾ ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇത്രയും പ്രൈസ് കൊടുത്ത് 1,00,000 ചില്ലാനും രൂപ കൊടുത്ത് ഇത് എടുക്കുമ്പോൾ അവിടെ ഈ ഫോണുകളൊന്നും തരുന്ന ഒരു ഗെയിമിംഗ് പെർഫോമൻസോ അല്ലെങ്കിൽ പെർഫോമൻസ് ലെവലോ ഈ ഫോൺ തരുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പോരായ്മ തന്നെയാണ്. അതായത് കാര്യം നമ്മൾ ഇതിപ്പോൾ ഒരു ഗെയിമിംഗ് ഫോണായിട്ട് അവർ പറയുന്നൊന്നുമില്ല. എങ്കിൽ പോലും അത്രയും വില കൊടുത്തെടുക്കുന്ന ഫോണിൽ ഗെയിം കളിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്കത് ഏറ്റവും ടോപ്പ് ലെവലിൽ പറ്റണം. അത് ഇവിടെ പറ്റുന്നില്ല. സോ അപ്പോൾ ഈ ഒരു കാര്യം ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗത്തുള്ളൊരു പോരായ്മയാണ്. അപ്പടി ഒരുപാട് ഫീച്ചർ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറയ്ക്കുമ്പോഴും ഇതൊക്കെ ബേസിക്കായിട്ട് ആ ഒരു വിലയ്ക്ക് വേണ്ടതാണ്. നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള ബ്രൗസർ തന്നെ പകുതി പെർഫോമൻസേ കാണിക്കുന്നുള്ളൂ. LPDDR5X റാമും UFS 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. ടൈറ്റാൻ M2 സെക്യൂരിറ്റി പ്രോസസർ വരുന്നുണ്ട് ഇതിനകത്ത്. അത് യൂഷ്വലായിട്ട് ഗൂഗിളിൻ്റെ ഫോണുകളിൽ വരുന്നത് തന്നെ. അതായത് സെക്യൂരിറ്റി നെക്സ്റ്റ് ലെവലിലേക്ക് ഹാർഡ്വെയർ തലത്തിൽ കൂടി സെക്യൂരിറ്റി കൊടുക്കുന്നു. സോ സാധാരണ യൂസറെ സംബന്ധിച്ച് 7 വർഷത്തെ കാര്യം വിട്, ഒരു 3-4 വർഷം ഉപയോഗിക്കുകയാണെങ്കിലും ആ വർഷമൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാനും സെക്യൂർഡായിട്ട് ഉപയോഗിക്കാനും ഒക്കെ ഈ ഫോൺ കൊണ്ട് സാധിക്കും. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു പ്രൈസിന് വർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. സോ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ എന്താണ് ഇതിന് ഇത്ര എടുത്ത് പറയാൻ? സാധാരണ നമ്മൾ ഇങ്ങനെ എടുത്ത് പറയാറില്ലല്ലോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, ഈ ഒരു പ്രൈസിനുള്ള ഫോണുകളിൽ അതേ ലെവലിൽ ഇറങ്ങുന്ന ഒരു ഫോണിൽ അതേപോലെയുള്ള സംഗതികളൊക്കെ കാണണം. ഇതിപ്പോൾ ഓഫ്ലൈൻ ഷോപ്പിൽ മാത്രം കിട്ടുന്ന ഫോണാണ്, ഓഫ്ലൈൻ ഫോണാണെന്ന് പറഞ്ഞാൽ പോലും ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ ശരി പോട്ടെ എന്ന് പറയാം. പക്ഷേ ഇതെല്ലാം ഒരേ കാറ്റഗറിയിൽപ്പെട്ട ഒരേ ലെവലിലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ്. അവിടെ ഇത് ഇത്രയും പുറകിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിത് എടുത്ത് പറയുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത സെക്ഷൻ ക്യാമറ. തീർച്ചയായിട്ടും നല്ല സ്പെക്കാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയുണ്ട്, 48 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, 48 മെഗാ പിക്സലിൻ്റെ തന്നെ ടെലിഫോട്ടോ ലെൻസ് വിത്ത് 5x ഒപ്റ്റിക്കൽ സൂം കൊടുത്തിട്ടുണ്ട്. നല്ല സ്പെക്കാണ്. സെൽഫി ക്യാമറയിൽ മാറ്റമൊന്നും കാണാനില്ല. 10.5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇവിടെ 2-3 ഫോട്ടോസ് കാണാം. ഇതിനെ വിശദമായിട്ട് നമുക്ക് വേറൊരു ദിവസം പറയാം. എന്തായാലും നല്ല ഫോട്ടോസാണ്, ഫോട്ടോസിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഓരോ ഡേ ലൈറ്റ് ആയാലും ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയാലും ഒക്കെ അത്യാവശ്യം നല്ല ഫോട്ടോസ് തരുന്നുണ്ട്. വീഡിയോയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് തന്നെയാണ് കിട്ടുന്നത്. സെൽഫി ക്യാമറയിലും മെയിൻ ക്യാമറയിലും 4K നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് നമുക്ക് ഡേ ലൈറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് മെയിൻ ക്യാമറയിലും സെൽഫി ക്യാമറയിലും കിട്ടുന്നു. ആർട്ടിഫിഷ്യൽ ലൈറ്റിലും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് കിട്ടുന്നുണ്ട്. സോ മൊത്തത്തിൽ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, എൻ്റെ കിട്ടിയിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. ഈ കണ്ട സാമ്പിളുകളൊക്കെയാണ്. ഫോട്ടോസിൻ്റെ കാര്യത്തിൽ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച്. തീർച്ചയായിട്ടും ഞാൻ ഉപയോഗിച്ച് നോക്കി, വെറുതെ ഉപയോഗിച്ച് നോക്കുകയല്ല, ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും ക്യാമറ വൈസ് നോർമൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നന്നായിരിക്കുന്നു. ഇത് കൂടാതെ ഇവരൊട്ടനവധി നല്ല കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. AI പരമായ കാര്യങ്ങൾ. ഒന്ന് ബെസ്റ്റ് ടേക്ക്, അതായത് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. അതിലെടുക്കുമ്പോൾ കുറേ പേര് കറക്റ്റായിട്ട് നിൽക്കുന്നു, ഒരാൾ മാത്രം തെക്കോട്ട് നോക്കിയോ വടക്കോട്ട് നോക്കിയൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് ആക്സിഡൻ്റലി അങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ ആളുടെ ഫോട്ടോ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അവിടെ നമുക്ക് അയാളുടെ ഹെഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ബബിളായിട്ട് അയാളുടെ കൂടുതൽ ഫോട്ടോസ് ഈ ഫോണിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഹെഡ് പലതരത്തിലുള്ള എക്സ്പ്രഷനുള്ള ഹെഡുകൾ എടുക്കും. അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നല്ല ഫീച്ചറാണ്. അതെൻ്റെ ഫോണിൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റൊരു കാര്യമാണ് ഓഡിയോ ക്വാളിറ്റി. നമുക്ക് ഓഡിയോ നമ്മളൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓഡിയോ പുറമേ കുറേ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അത് എടുത്തതിന് ശേഷം, വീഡിയോ എടുത്തതിന് ശേഷം, ഇപ്പം ഞാനൊരു വീഡിയോ സാമ്പിൾ കാണിക്കാം. ഇതൊന്ന് കണ്ടു നോക്കൂ. ഫോക്കസ് ഹണ്ടിങ്ങിൻ്റെ ഒരു ഇഷ്യൂ കണ്ടു നമ്മൾ ഓഡിയോ ടെസ്റ്റ് നടത്തിയപ്പോൾ. അപ്പോൾ അതിൻ്റെ ശരിക്കും അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യാണ്. അത്യാവശ്യം നോയ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വേണമെങ്കിൽ എനിക്ക് എഡിറ്റ് കൊടുത്തുകൊണ്ട് അവിടെ ഓഡിയോയുടെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് നോയ്സ് റിമൂവ് ചെയ്തുകൊണ്ട് ആ വീഡിയോ വീണ്ടും സേവ് ചെയ്യാൻ സാധിക്കും. കോപ്പി സേവ് ചെയ്യാം. ഇപ്പോൾ അതൊന്ന് കേട്ട് നോക്കൂ. ഫോക്കസ് ഹണ്ടിങ്ങിൻ്റെ ഒരു ഇഷ്യൂ കണ്ടു നമ്മൾ ഓഡിയോ ടെസ്റ്റ് നടത്തിയപ്പോൾ. അപ്പോൾ അതിൻ്റെ ശരിക്കും അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യാണ്. ഫോക്കസ് ഹണ്ടിങ്ങിൻ്റെ ഒരു ഇഷ്യൂ കണ്ടു നമ്മൾ ഓഡിയോ ടെസ്റ്റ് നടത്തിയപ്പോൾ. അപ്പോൾ അതിൻ്റെ ശരിക്കും കണ്ടോ ആ ഒരു വ്യത്യാസം വന്നത്. സോ എടുക്കുന്ന വീഡിയോയുടെ ഓഡിയോ ഒക്കെ കുറച്ചും കൂടി കൺട്രോൾ ചെയ്ത് നീറ്റാക്കി ക്ലീനാക്കി മാറ്റാൻ സാധിക്കുന്നുള്ളത് നല്ല കാര്യമാണ്. പിന്നെ വീഡിയോ ബൂസ്റ്റ് പോലൊരു സംവിധാനം പറയുന്നുണ്ട്, ഇപ്പോഴേക്ക് വന്നിട്ടില്ല. അതായത് നമ്മൾ എടുക്കുന്ന വീഡിയോ കുറേ കൂടി ബെറ്ററാക്കി AI ഹെൽപ്പോട് കൂടി കുറേ കൂടി ബെറ്ററാക്കി ക്ലൗഡ് വഴി ഇവർ ചെയ്തു തരുമെന്നാണ് പറയുന്നത്. നമ്മൾ എടുക്കുന്ന വീഡിയോ ക്ലൗഡിലേക്ക് അപ്ലോഡായി അവിടെ നിന്ന് ക്വാളിറ്റി കൂട്ടി പെർഫെക്റ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് തരും. ഒരു എഡിറ്റിംഗ് ഒക്കെ കഴിച്ച് പെർഫെക്റ്റ് ആക്കി തരുമെന്ന് സാരം. ഇപ്പോഴേക്ക് വന്നിട്ടില്ല, അത് വരും. അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. വരാതിരിക്കില്ല, വരും. പിന്നെ സൂം എൻഹാൻസ്. നമ്മളൊരു നോർമൽ ഫോട്ടോയിൽ സൂം ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റി പോകും, നമുക്കറിയാമല്ലോ. ആ ക്വാളിറ്റി പോകുന്നതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി AI സംവിധാനം ഉപയോഗിക്കുക.
അങ്ങനെ അതിനെ കറക്റ്റ് നല്ല ഹൈ റെസൊല്യൂഷനിൽ സൂം ചെയ്ത ഫോട്ടോ ആക്കി മാറ്റുന്ന സംവിധാനവും ഇതിൽ പറയുന്നുണ്ട്. സൂം എൻഹാൻസ് എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അതും ഇല്ല, വരും. പിന്നെ ഒരു ഫീച്ചർ കൂടിയുണ്ട്. ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ പല ഭാഗങ്ങളായിട്ട് നിൽക്കുന്ന പല ഒബ്ജക്റ്റുകളെ നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും കേട്ടോ. ഈ ഫീച്ചർ നമുക്കിവിടെ കാണാം. സോ തീർച്ചയായിട്ടും ഇതൊരു നല്ല കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോയെ ഭംഗിയാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക്. സോ അതും ഒരു നല്ല ഫീച്ചറായിട്ടുണ്ട്. സോ ഇങ്ങനെ AI പരമായ ഒട്ടനവധി ഫീച്ചറുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ ഡിസംബറിലേ വരുള്ളൂ. സോ തൽക്കാലം ഇപ്പോഴേക്കും അതൊരു തള്ളു മാത്രമായിട്ട് നിർത്താം. ബാക്കിയുള്ളത് വരുമ്പോൾ തീർച്ചയായിട്ടും നന്നാവും. ഈ വീഡിയോ ക്വാളിറ്റി കൂട്ടുമെന്ന് പറയുന്നൊരു സംഗതി ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റോട് കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം അത് ഗംഭീരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. AI ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് നമുക്ക് തരുമ്പോൾ എത്രത്തോളം നന്നായിരിക്കും. നിങ്ങൾക്കില്ല എക്സൈറ്റ്മെൻറ്റ്. എന്തായാലും ആ ഫീച്ചർ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യും. സോ ക്യാമറപരമായിട്ട് ഒട്ടനവധി, അതായത് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഈ മേഖലയിൽ ഒട്ടനവധി നല്ല നല്ല AI ഫീച്ചറുകൾ കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ പലതും ഇപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോഴേക്കത് ജസ്റ്റ് ഒരു പറഞ്ഞു വെക്കൽ മാത്രമാണ്. പിന്നീട് വരുമെങ്കിലും വരുമ്പോൾ അതൊക്കെ ഗംഭീരമായി മാറാനുള്ള സാധ്യതയുണ്ട്. 5050 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജിങ് സ്പീഡൊക്കെ 30 വാട്ടൊക്കെ ഉള്ളൂ. അതിപ്പോൾ ഐഫോൺ നോക്കിയാൽ 20-30 ആ റേഞ്ചിലൊക്കെ തന്നെ ഉള്ളൂ. സാംസങ് ആണെങ്കിൽ 45 വാട്ടേ ഉള്ളൂ. ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാം, വേറെ ഒരു വഴിയില്ല. പിന്നെ ഇതിനകത്ത് എല്ലാതരം ബാക്കി സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും NFC ഉണ്ട്, Wi-Fi 6 ഉണ്ട്, ബ്ലൂടൂത്ത് 5.3 ഉണ്ട്, IP68 വാട്ടർ റേറ്റിംഗ് ഉണ്ട്, 1021 5G ബാൻഡുകൾ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്, ഒരു വിഷയവുമില്ല. സോ അങ്ങനെ വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ട്. സോ മൊത്തത്തിൽ Pixel 8 Pro എന്ന് പറയുന്ന ഈ ഒരു ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ എന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഫോൺ വേണം. അതായത് ഈ ഫോണുകൾ കറക്റ്റ് വാല്യൂ ഫോർ മണി നോക്കുന്ന ആൾക്കാർ മാത്രമല്ല ചൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ S23 Ultra ആയാലും ഐഫോൺ ആയാലും ഒക്കെ ആ ബ്രാൻഡിനോടുള്ളൊരു ഇഷ്ടവും അതിനും കൂടി വാല്യൂ കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ 1 ലക്ഷത്തിന് മുകളിലൊക്കെ പൈസ കൊടുത്തുകൊണ്ട് ഈ ഫോണുകൾ പലരും ഇതിലേതായാലും ആൾക്കാർ എടുക്കുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച്, അതുകൂടി കണക്കിലെടുക്കുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഡീസൻറ്റ് ഫോണാണ്. ഇതിനകത്ത് അത്യാവശ്യം നല്ല ക്യാമറയും ബാക്കി എല്ലാ ഐറ്റംസും സാധാരണ യൂസിനൊന്നും ഒരു വിഷയമില്ലാത്ത നല്ല പെർഫോമൻസും ഇഷ്ടം പോലെ AI ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. നല്ല ഫോണാണ്, നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രേറ്റ്. ഇനി ഇവിടെ ഇതൊന്നും അല്ലാതെ നമുക്ക് ഇത് ശരിക്കും മുതലാണോ Pixel 8 Pro എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒറ്റയടിക്ക് അല്ലാന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ വെച്ച് ഈ ഫോണുകളൊന്നും ഈ വിലയ്ക്ക് തരുന്ന ഒരു പെർഫോമൻസോ കാര്യങ്ങളോ നമുക്ക് Pixel 8 Proയിൽ ഇല്ല. അതിൻ്റെ ഒന്നും പകുതിക്ക് പോലും, ഐഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ അതിൻ്റെ പകുതിക്ക് പോലും ഇല്ല എന്നുള്ളത് നമ്മൾ ആ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ ഈ വിലയ്ക്കും S23 Ultra ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വിലയ്ക്കും ഈ ഫോണിൽ നമുക്ക് 128 GB സ്റ്റോറേജ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതൊക്കെ കുറച്ചും കൂടി കൂടുതൽ കൊടുക്കാം. S23 Ultra'യിലൊക്കെ 12 GB 256 GB കിട്ടുന്നിടത്ത് ഇവിടെ 128 GB ഉള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ ഐഫോൺ ഒട്ടും മോശമല്ല കേട്ടോ. 1,34,000 രൂപയ്ക്ക് 128 GB ആണ് ഇവരും കൊടുക്കുന്നത്. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ശരിക്കും നമുക്കവിടെ 128 GB എന്നൊക്കെ 1 ലക്ഷത്തിന് മുകളിൽ പറയുന്നത് ഒരിക്കലും ഒരു നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു 256 GB എങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് മാത്രവുമല്ല, ഇതിൻ്റെ സർവീസ് പോലുള്ള കാര്യങ്ങളൊന്നും സാംസങ്ങോ ആപ്പിളോ തരുന്ന പോലെ ആ റേഞ്ചിലുള്ള ആ ഫോണുകൾ തരുന്ന പോലെ ഇല്ല. ഇതൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ മുമ്പേ വരെ പോകണം. സോ നമ്മളെ സംബന്ധിച്ച് മുമ്പേ വരെ പോകണമെന്നല്ല, നമ്മൾ അയച്ചു കൊടുത്ത് സീരിയസ് ആയ കംപ്ലയിൻ്റ് ആണെങ്കിൽ തിരിച്ച് റെഡി ആക്കി കിട്ടാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. സോ സർവീസ് സെൻ്ററിൻ്റെ ഇഷ്യൂ, അത്രയും സ്റ്റോറേജേ ഉള്ളൂ, പെർഫോമൻസ് അത്ര പോരാ. ഉള്ള പെർഫോമൻസ് തന്നെ ത്രോട്ടിലിംഗ് വളരെ കൂടുതലാണ്. 40-50 ഇടയ്ക്കാണ് നമുക്ക് ത്രോട്ടിലിംഗ് ടെസ്റ്റിൻ്റെ റിസൾട്ട് പലപ്പോഴും കിട്ടുന്നത്. സോ ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു വിലയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രീമിയം ഒക്കെ നോക്കിയെടുക്കാൻ നോക്കിയാൽ പോലും അതിനുള്ളൊരു സംഭവം ഈ ഒരു Pixel 8 Pro എന്ന ഫോണിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിനേക്കാൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് വേണമെങ്കിൽ Pixel 8 പരിഗണിക്കാം. അത് കുറേ കൂടി വില കുറവാണ്. കുറച്ചും കൂടി ഓവറോൾ വാല്യൂ ഫോർ മണി നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കുറച്ചും കൂടി അതായിരിക്കും നന്നാവുക. ഇതാണ് Pixel 8 Proയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഇനി ഇവിടെ ബാക്കിയാവുന്ന ഒരേ ഒരു ചോദ്യം, നമ്മളിതൊക്കെ മാറ്റി വെച്ചു. ഈ 3 നിന്ന് ബ്രാൻഡും സംഭവം ഐഫോൺ, സാംസങ്, ഗൂഗിളൊന്നും വേണ്ട. ഈ 3 ഫോണുകളിൽ നിന്നും ഒരെണ്ണം ചൂസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഹെവി പെർഫോമൻസിൻ്റെ കാര്യം നോക്കിയാൽ ഇതെന്തായാലും ഔട്ടാവും. ത്രോട്ടിലിംഗ് നോക്കിയാൽ ഇത് ഔട്ടാവും. ഈ ഒരു ഘടകം മാറ്റി നിർത്തി ബാക്കി എല്ലാം കൊണ്ടും നമുക്ക് ഇതിൽ നിന്നൊരു ഫോൺ വേണം. ഏതെടുക്കാം? ഏതായിരിക്കും ഒരു ഓൾ റൗണ്ടർ എന്ന രീതിയിൽ നമുക്ക് ഒരു നല്ല ഫോൺ എന്നൊരു ചോദ്യം മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. വരും ദിവസങ്ങളിൽ നോക്കിയിട്ട് പറ്റുമെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ, ഡീറ്റെയിൽഡ് കമ്പാരിസൺ വിത്ത് ക്യാമറ സാമ്പിൾസ് അടക്കം കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രം. ഇതിലേതാണ് നിങ്ങൾക്ക് താല്പര്യമായ ഫോൺ, അതേപോലെ ഇങ്ങനൊരു കമ്പാരിസൺ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.